പ്രധാന വാർത്ത. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇടക്കാല ബജറ്റ്. സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും പ്രത്യേക പദ്ധതികൾ. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 2 കോടി വീടുകൾ അനുവദിക്കും. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്നും നിർമ്മലാ സീതാരാമൻ. ചരിത്രപരമായ ബജറ്റെന്ന് പ്രധാനമന്ത്രി. ആദായ നികുതി പരിധിയിൽ മാറ്റമില്ല. നിലവിലെ സ്ലാബ് തുടരും. 3 ലക്ഷം വരെ നികുതിയില്ല. പ്രത്യക്ഷ പരോക്ഷ നികുതികളിലും ഇറക്കുമതി തീരുവകളിലും മാറ്റമില്ല. ധനക്കമ്മി കുറയ്ക്കാൻ നടപടി. സംസ്ഥാനത്ത് റെയിൽവേ വികസനത്തിന് 2744 കോടി രൂപ. ശബരി റെയിൽ പ്രതീക്ഷയെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. 40,000 ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കും. റെയിൽവേയിൽ 3 ഇടനാഴികൾ കേന്ദ്രീകരിച്ച് വികസനം. ഉത്തർപ്രദേശിലെ ഗ്യാൻവാബി മസ്ജിദിൽ ക്ഷേത്രാരാധന നടത്തി. പൂജ വാരണാസി കോടതി ഉത്തരവിന് പിന്നാലെ. പൂജ നടന്നത് പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള നിലവറകൾക്ക് മുന്നിൽ. അനുമതി നൽകിയതിനെതിരെ മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം. CMRലും KSIDCയും അന്വേഷണ പരിധിയിൽ 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം. CBIയേക്കാൾ വലുതല്ലല്ലോ എന്ന് MV ഗോവിന്ദൻ.